ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഉറക്കം എണീച്ചതേ ഉള്ളൂ ഗൈസ്. ഉമ്മയുടെ കാര്യമായിട്ട് എന്തൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. ഇക്കായും ഫ്രഷ് ആവാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ലൈവ് വാച്ച് ചെയ്യണേ. അലീഷയുടെ പൂച്ചയാണ് ഗൈസ്, കണ്ടില്ലേ? പാലൊക്കെ കുടിച്ചോടെ രാവിലെ റെസ്റ്റ് എടുക്കുകയാണ്. ലാവ സന്നിധിയായ അമ്മായിയമ്മ മരുമോന് ചായയൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ്. മരുമകനെ ചായ കുടിക്കൂ മിസ്റ്റർ മരുമകൻ. ചായ കുടിക്കൂ മോനെ. ചായ ഇട്ടിടല്ലേ. ഹായ് പറയൂ എൻ്റെ വ്ളോഗിൽ. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഉമ്മച്ചി അവിടെ ഫുഡൊക്കെ എടുക്കുകയാണ്. ഇക്ക ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്തെങ്കിലും നോക്കാം. സ്പെഷ്യൽ ഒറട്ടിയും ഉള്ളിക്കറിയാണ് ഗൈസ്, പിന്നെ ചായ. എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. മോമിയുടെ സ്പെഷ്യൽ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ. എങ്ങനെ ഉണ്ട് കളിക്കറി? അപ്പോൾ ഗൈസ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയായി, ജോലിയൊക്കെ ഒതുങ്ങി. അപ്പോൾ ഉമ്മയുടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നോക്കിയാലോ. ഇന്ന് സ്പെഷ്യലായിട്ട് ഇന്ന് നല്ല വേവുന്ന കിഴങ്ങുണ്ട്, ചാള പൊരിച്ചതുണ്ട്, ചൂര വറ്റിച്ചതുണ്ട്, പിന്നെ നല്ല മോരടിച്ചത്, വിഴുക്ക്, മീൻകറി, ചോറ്. കണ്ടില്ലേ എൻ്റെ പൊന്നമ്മൻ്റെ ചോറ് കഴിക്കുന്നു. എല്ലാ ആവശ്യത്തിനടുത്ത് കഴിച്ചോ. അപ്പോൾ ഞാനും ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് വൈകിട്ടത്തെ വിശേഷങ്ങൾ കാണാം ഗൈസ്. 2023 ഞാൻ പ്രതിജ്ഞയൊക്കെ എഴുതി റെഡിയാക്കി കൊടുക്കുകയാണ്. 2025 പൊട്ടിക്കോളം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2025 ആയിരിക്കുന്നു. അപ്പോൾ കുടുക്ക പൊട്ടിക്കാൻ വേണ്ടി പോകണം. ആ സമയത്തൊക്കെ കുറച്ച് പൈസ ഇട്ടതേ ഉള്ളൂ, വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും പൊട്ടിച്ച് നോക്കാം. വല്ലതും ഉണ്ടെങ്കിൽ മുട്ടായി മേടിക്കാം. അതേ പറയാം. നല്ല ബലമുണ്ട് കേട്ടോ കുടുക്ക. 10 രൂപയുടെ കുടുക്കുകയാണെങ്കിൽ നല്ല ബലമുണ്ട്. ഈ കുടുക്കയെ തന്നെ ഇനിയും ശേഖരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുടുക്ക ഞാൻ കീറിയിരിക്കുന്നു. വല്ല ഉണ്ടാകുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രതീക്ഷിക്കാം. ഇക്ക എന്നെ പുച്ഛിച്ച് ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഇക്ക ഇവളാള് കൊള്ളാലോ എന്നൊക്കെ വിചാരിക്കും. ഇത്രയും കൊള്ളായിരുന്നോ? ഉമ്മ ആണുണ്ട ആദ്യം നമുക്ക് എണ്ണ എത്ര ഉണ്ടെന്ന്. ഇതെൻ്റെ ജോലിയുടെ സമ്പാദ്യമാണ്. ആദ്യത്തെ 1500. അങ്ങനെ ഗൈസ് വൈകുന്നേരമായി. നമ്മൾ കുളിച്ച് ഫ്രഷായി റെഡി ആവുകയാണ്. എവിടെ പോവാണെന്ന് വെച്ചാൽ നമ്മൾ വർക്കല ബീച്ചിലും അതുപോലെ തന്നെ ശിവഗിരിയിലും പോവുകയാണ്. അപ്പോൾ ഇക്ക ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ഉമ്മ ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഇക്ക ഞാൻ റെഡിയായി, അലിയാനും റെഡി ആയിരിപ്പുണ്ട്. ഹായ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞ വർഷം പോയില്ല, നമ്മൾ അതിൻ്റെ അങ്ങേ വർഷം നമ്മൾ പോയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നൈറ്റാണ് അടിപൊളി, ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ചായയും കുടിക്കട്ടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ഉമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനുണ്ട്, ശ്യാമുണ്ട്, അലിയാറുണ്ട്, ഉമ്മ ഉണ്ട്. ഹായ് ഹായ്. ഓക്കെ, ഇനി നമ്മൾ ഉമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉമ്മ ഇപ്പോൾ വരും. അങ്ങനെ ഗൈസ് നമ്മൾ കുറേ നേരം ഉമ്മയെ വെയിറ്റ് ചെയ്ത് നിന്നു. ഉമ്മ നമുക്കിന്നൊരു പണി എന്താണ്, ഇന്ന് ഉമ്മയെ ആണ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഗൈസ് ഉമ്മായും വന്ന് നമ്മളിതാ അവിടെ എത്തി. ആദ്യം നമ്മൾ എൻ്റെ വാക്കം കേട്ടുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് പോയി. അപ്പം നോക്കാൻ നേരത്ത് ഫുള്ള് ബ്ലോക്കാണ്. പിന്നെ നമ്മൾ റോട്ടിൽ വണ്ടി ഇട്ടു. അതെനിക്ക് തിരിച്ചിറങ്ങിയപ്പോൾ മനസ്സിലായി റോഡിൽ വണ്ടി ഇട്ട് എന്തായാലും കാര്യമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നല്ല പണി കിട്ടിയാൽ. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു തിരിച്ചിറങ്ങാൻ നേരത്ത്. ഇവിടെ കാണാൻ എന്തുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു വൈബ് അത്രേ ഉള്ളൂ. കുറേ നേരം ഇങ്ങനെ നടക്കാനുണ്ട്. എന്നിട്ട് അവിടെ ഒരു അത്യാവശ്യം ഒരു 3-4 റൈഡൊക്കെ ഉണ്ടായിരുന്നു. കച്ചവടക്കാരാണ് ഇഷ്ടം പോലെ. ഇതൊക്കെ കണ്ടാൽ ഏതെടുത്താലും 50 രൂപ, ചെരുപ്പൊക്കെ 150 രൂപ, 50 രൂപ. അങ്ങനെ നമ്മൾ ഈ നടന്നു പോണ സ്ഥലത്ത് തന്നെ 2 വശത്തായിട്ടും ഒരുപാട് കടകളാണ് ഉള്ളത്. ഇതാ ഇങ്ങനെ കച്ചവടക്കാരിരിപ്പുണ്ട്. ഈ റൈഡിലൊക്കെ കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ലെന്ന് തന്നെ പറയാം. പിന്നെ ഐസ്ക്രീം 8 തരം ഫ്ലേവർ 40 രൂപ, അങ്ങനെയൊക്കെ കുറച്ച് ഐസ്ക്രീംസ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പാനിപൂരി, കോളിഫ്ലവർ ഫ്രൈ, പിന്നെ അലീഷാക്ക് കടല റോസ്റ്റ് വേണം. അങ്ങനെ മെയിനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ശിവഗിരി വന്നത് ചെടിച്ചട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചെടിയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. അതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം.
അങ്ങനെ വന്ന സ്ഥിതിക്ക് ഞാൻ ചെടിച്ചട്ടിയൊക്കെ മേടിച്ചു. കണ്ടില്ലേ, വെക്കം തന്നെ നൈറ്റായി. അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ കണ്ടു. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കൊച്ചിങ്ങൊക്കെ ഉള്ള റൈഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ നോക്കാൻ വേണ്ടി കയറി. പിന്നെ ചെടിച്ചട്ടിയൊക്കെ മേടിച്ചു. അങ്ങനെ ശിവഗിരിയിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി. ഇതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് വർക്കല ബീച്ചിൽ പോയില്ല. ആ പ്ലാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു ഗൈസ്. അപ്പോൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.